ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 13. ഹിരണ്യാക്ഷവധം. ഹിരണ്യാക്ഷം താവത് വരദഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധേർനാരദമുനി ശനൈരൂചേ നന്ദൻ ധനുജമഭി നിന്ദം തവ ബലം സാ മായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതിം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിത നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തമുദഗാത് അഹോ ആരണ്യോയം മൃഗ ഇതിഹസന്തം ബഹുതരൈർദുരുക്തൈർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹിം ദൃഷ്ട്വാ ദംഷ്ട്രാശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസഭമുദയുക്താമൃതവിധൗ ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗദോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോദ്ഘുഷ്ടവിയത രണാലോകൗത്സുക്യാന്മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിഷേ ഗദോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാദ് ഭൂമൗ ഝടിതി പതിതായാമഹഹഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുലനിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം ത്വാം സമതനോത് ഗളന്മായേ മായാ ത്വയി കില ജഗന്മോഹനകരീ ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തതോ മായാചക്രേ വിതതഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടി പ്രഹൃതിഭിരഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി മഹാകായ സോയം തവ ചരണപാദപ്രമഥിതോ ഗളദ്രക്തോ വക്ത്രാദപദർഷിഭിः ശ്ലാഘിതഹതി തദാ ത്വാമുദ്ധാമ പ്രമഥഭരവിദ്യോതിഹൃദയാ മുനീന്ദ്രാസാന്ദ്രാഭിസ്തുതിഭിരനുവന്നധ്വരതനും ത്വചി ഛന്ദോരോമസ്വപി കുശഗണചക്ഷുഷി ഘൃതം ചതുർഹോതാരോഘ്രൗ സൃഗഭിവദനേ ചോദര ഇടാം ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ച ചമസാ
വിഭോ സോമോ വീര്യം വരദ ഗളദേശേപ്യുപസദാ മുനീന്ദ്രൈരിത്യാദിത്തവനമുഖരൈർമോദിതമന മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമപി വാതാലയപതേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീമന്നാരായണീയം ദശകം 13 ഹിരണ്യാക്ഷവധം. ശിഖരിണി എന്ന വൃത്തത്തിൽ 10 ശ്ലോകങ്ങളെ കൊണ്ട് ഈ ദശകം വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഹിരണ്യാക്ഷൻ്റെ കഥ. ഹിരണ്യാക്ഷനുമായിട്ട് ശ്രീ വരാഹമൂർത്തി യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ഹിരണ്യാക്ഷൻ്റെ വധം സംഭവിക്കുന്നു. മഹർഷിമാരുടെ സ്തുതി കേൾക്കാം. ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ 18, 19 അധ്യായങ്ങൾ ഈ ദശകത്തിലെ വർണ്ണനയ്ക്ക് ആധാരമായിട്ട് ഭവിക്കുന്നു. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധേർനാരദമുനി ശനൈരോജേ നന്ദൻ ധനുജമഭിനിന്ദം തവ ബലം. അങ്ങയുടെ ഭക്തനായ ആ കാപട്യത്തിന് മിടുക്കുകാട്ടുന്നതായ ബുദ്ധിയുള്ളവനായ ശ്രീനാരദ മഹർഷി, അല്ലയോ ഭഗവാനെ, അല്ലയോ ദാതാവ് ആയിട്ടുള്ളവനെ, അങ്ങയെ തിരഞ്ഞ് പിടിക്കുന്നതിൽ, അന്വേഷിക്കുന്നതിൽ ആ ത്വര കണ്ടെത്തുന്നു. അവിടെ അങ്ങയെ തിരയുന്നതിൽ ഏർപ്പെട്ടവനായി കാണപ്പെടുന്നു. തൻ്റെ കണങ്കാലോളം എത്തുന്നതായ ആ പ്രളയജലത്തിൽ ഓടി പാഞ്ഞു നടക്കുന്നവനായ ആ മഹാത്മാവ് ഹിരണ്യാക്ഷനെ പ്രാപിച്ച് അവൻ്റെ അടുത്ത് ചെന്ന് ആ അസുരനെ, ആ ഹിരണ്യാക്ഷനെ ശ്ലാഘിച്ചുകൊണ്ട്, അങ്ങയുടെ ശക്തിയെ നിന്ദിച്ചുകൊണ്ടൊക്കെ പതുക്കെ സാവകാശത്തിൽ അങ്ങനെ പറയുകയാണ്. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിത നദൻ ക്വാസൗ ക്വാസൗ ഇതി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപദ്ധരണിധര ഉദ്യന്തമുദഗാദ. ആ മായാവിയായ വിഷ്ണു അങ്ങയുടേതായ ഈ ഭൂമിയെ ഇതാ ഇവിടെ തട്ടിക്കൊണ്ടു പോവുകയാണ്. അല്ലയോ സ്വാമി, ഇത് മഹാകഷ്ടം തന്നെ. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി എന്താണിത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സംഭവിച്ചു കൂടാത്ത കാര്യങ്ങൾ സംഭവിക്കുകയാണല്ലോ എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ നാരദ മഹർഷി ആ അസുരനെ നോക്കി അപ്പോൾ പറയുകയാണ്, അവൻ ഹിരണ്യാക്ഷൻ, എവിടെയവൻ എന്ന് ഗർജിച്ചുകൊണ്ട് മുനി കാട്ടിക്കൊടുത്ത ആ വഴിയിലേക്ക് നോക്കി ആ വഴി പിടിച്ചുകൊണ്ട് ആ വഴി അന്വേഷിച്ചുകൊണ്ട് ഭൂമിയെ തേറ്റമേലേറ്റിക്കൊണ്ട് പ്രളയജലത്തിൽ നിന്ന് കയറി വരുന്ന അങ്ങയെ സംപ്രാപിക്കുവാൻ, അങ്ങയെ പ്രാപിക്കുവാനായി അവിടെ എത്തുന്നു, അങ്ങനെ കണ്ടെത്തുന്നു. വിഷ്ണു സ്വതവേ മായാവിയാണ് എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ആ മായ തന്നെയാണ് വിഷ്ണു കാട്ടുന്നതും എന്ന് മുനി സൂചിപ്പിച്ചിരിക്കുന്നു. കഷ്ടം അടുത്ത ശ്ലോകത്തിൽ ഈ വർണ്ണനയാണ്. ഇതൊരു കാട്ടുമൃഗമാണല്ലോ ഇങ്ങനെ എന്നീ വിധത്തിൽ പുച്ഛിച്ച് പറയുന്നവനായിട്ട് കാണപ്പെടുന്നു. വേദനപ്പെടുത്തുന്നവനായ ആ അസുരനെ അവഗണിച്ച് ഭഗവാനെ അവിടുന്ന് മുമ്പോട്ട് ആ ഭൂമിയുടെ ദംഷ്ട തലപ്പത്ത് കിടന്ന് പേടിച്ച് വിറയ്ക്കുന്നതായി കണ്ടിട്ട് തൻ്റെ പ്രഭാവത്താൽ സമുദ്രജലത്തിനു മീതെ ഉറപ്പിച്ചു നിർത്തിയതായിട്ട് തൽക്ഷണം ഒരു കൂസലുമില്ലാതെ യുദ്ധം ചെയ്യുന്നതിനായിട്ട് ഒരുങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നു. ഈ സാധു, ഈ താടിക്കാരൻ ഈ കാട്ടുമൃഗത്തെ ഇവിടെ എനിക്ക് കാട്ടിത്തരുന്നുണ്ടോ? എന്താണ് കഷ്ടം! ഇവിടെ
ഹസന്തം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു പരിഹാസ രൂപത്തിലാണ് ഇവിടെ ഇത് പറയുന്നത്. അങ്ങനെ ആ അസുരൻ യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗദോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോദ്ഘുഷ്ടവിയതാരണാലോകൗത്സുക്യാൻ മിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാസന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിഷേ. അങ്ങനെ അസുരൻ യുദ്ധത്തിനായിട്ട് കയ്യിൽ ഒരു ഗദയുമായിട്ട് വന്നപ്പോൾ അവിടുന്ന് ഊക്കനൊരു ഗദയും കൊണ്ട് ആ ഗദ കയ്യിലേന്തിക്കൊണ്ട് ഗദകൾ കൂട്ടിമുട്ടിലുണ്ടാകുന്ന ആ ഭയങ്കര ഉഗ്രമായ ശബ്ദത്തോടുകൂടി ഘടഘടാ ശബ്ദത്തോടുകൂടി ആകാശത്ത് ഒച്ചപ്പാടുണ്ടാക്കുന്നു. ഈ വിധത്തിൽ ദ്വന്ദ്വയുദ്ധം വിഹരിക്കുന്നതായിട്ട് തോന്നുന്നു. ഇവിടെ ആ ഗദ ചുഴറ്റിക്കൊണ്ട് പാഞ്ഞെടുക്കുന്നു. യുദ്ധം കാണുവാനുള്ള കൗതുകത്താൽ ദേവന്മാർ കൂട്ടം കൂട്ടമായി വന്നു ചേർന്നുകൊണ്ടിരിക്കെ ഈ അവസരത്തിൽ തന്നെ ഈ ക്ഷണത്തിൽ ഇവിടെ ഈ സമയത്താണ് സന്ധ്യയാകുന്നത് എന്ന് വർണ്ണിച്ചു. അങ്ങനെ മുൻപേ തന്നെ ഇവനെ നിരോധിക്കണമേ, ബ്രഹ്മാവ് ഈ വിധമൊക്കെ അങ്ങയോട് ഉണർത്തിക്കുകയാണ്. യുദ്ധം അങ്ങേക്കൊരു കളിയാണ്, എന്നാൽ നിരോധിക്കുക, തടുക്കുക, ഇവിടെ നിഗ്രഹിക്കുക എന്നൊക്കെ ആണ് ഇവിടെ അറിയേണ്ടത്. സന്ധ്യാകാലം അസുര രാക്ഷസാദികൾക്ക് വീര്യ സംവർദ്ധക കാലമാണ്. അതുകൊണ്ട് അങ്ങേക്ക് അറിഞ്ഞുകൂടാത്തതായിട്ടൊന്നുമില്ലല്ലോ. ബ്രഹ്മാവിൻ്റെ ഈ മുന്നറിയിപ്പ് കേവലം ലോകങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ആ ഗദായുദ്ധത്തിൽ അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ അവിടെ അങ്ങനെ ആ ഗദയാകട്ടെ ദൈത്യൻ്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റാണ് പെട്ടെന്ന് നിലത്ത് വീഴുന്നത്. ആ നിലത്ത് വീണപ്പോൾ ആശ്ചര്യം, അവിടുന്ന് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ അസുരവർഗത്തെ മുച്ചൂടും വേറിറക്കുന്നതിൽ പേരെടുത്തതായ ആ മഹാചക്രത്തെ, മഹത്തായ ആ ചക്രത്തെ, ആ സുദർശന ചക്രത്തെ ധ്യാനിക്കുന്നു എന്ന് വരുത്തിക്കൊണ്ട് അതിനെ കയ്യിലേന്തി അവിടെ നിന്നും വിളങ്ങി വളരെയധികം ശോഭിച്ചുകൊണ്ട് അവിടെ കാണപ്പെട്ടു. അഹഹ എന്നിവിടെ പ്രയോഗിച്ചിരിക്കുന്നത് കവിയുടെ ആ സംഭ്രമത്തെ ദ്യോതിപ്പിക്കുന്നു. സ്മേര ആസ്യ മുഖം, ഇങ്ങനെ പുഞ്ചിരി ഇല്ലാതെ തന്നെ, പുഞ്ചിരി എന്ന് മാത്രമല്ല ആശ്ചര്യ സംഭ്രമ ഖേദാദി സ്തോപങ്ങൾ ഇതൊക്കെ കൊണ്ട് മുഖത്ത് കാണപ്പെടുന്ന ആ ഭാവത്തെ വർണ്ണിച്ചു. ഇങ്ങനെ സ്മരണ മാത്രത്താൽ സന്നിഹിതമാവുക സുദർശനത്തിൻ്റെ സ്വഭാവമാണ് എന്നും കൂടെ ഓർമ്മിച്ചു. പ്രസിദ്ധ അർത്ഥത്തിലുള്ള ആ പ്രത്യയം കൂടി ഇവിടെ ചേർന്നതോടെ കവിതയ്ക്ക് ആ മനോഹരമായ ആ ശൈലി, ആ നാരായണീയ ശൈലി, ആ ഭാഗവതോത്തമനായ ആ മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ആ കവിതാ ചാതുര്യം കൂടി വെളിപ്പെടുത്തി തക്കതായിട്ടുള്ള വർണ്ണന കാണാവുന്നതാണ്. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസുജതി ത്വയി ഛിന്ദത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാസ ഖലു വിദദുസ്ത്വാം സമതനോദ്ഗളൻ മായേ മായാസ്ത്വയി കില ജഗന്മോഹനഗരേ. അന്തകനെ പോലെ ദേഷ്യമുള്ളവനായിട്ട് ക്രുദ്ധനായിട്ട് ആ അസുരൻ അപ്പോൾ ശൂലമെടുത്ത് ചാട്ടുവാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ ആ ശൂലത്തെ കയ്യിലേന്തിയ ആ ചക്രം എറിഞ്ഞിട്ട് അവിടുന്ന് അതിനെ മുറിച്ചു കളഞ്ഞു. ഇതൊക്കെ ചെയ്തപ്പോഴാകട്ടെ അവൻ്റെ അന്ത്യം അവിടെ ദേഷ്യമുള്ളവനായിട്ട് അങ്ങയെ മുഷ്ടി ചുരുട്ടിയിട്ട് വല്ലാതെ വേദനപ്പെടുത്തി എന്ന് മാത്രമല്ല, മായാസമ്പർക്ക ലേശവും ഏശാത്തതായിട്ടുള്ള അങ്ങയെ ഉദ്ദേശിച്ച് ലോകത്തെ അന്ധാളിപ്പിക്കുമാറുള്ള പല മായകളും കാട്ടുവാൻ ഒരുങ്ങുകയും ചെയ്യുന്നു എന്നുപോലും ഊഹിക്കപ്പെടുന്നു. മുഷ്ടിപ്രയോഗം എതിരാളിയെ തന്നെ വേദനപ്പെടുത്തുന്നതാണ്. പ്രയോക്താവിൻ്റെ ആ വിശ്വാസം ഈ രീതിയിൽ വന്നപ്പോൾ ജഗന്മോഹനകാരികളായ മായകൾ ഇവിടെ ഫലപ്പെടുത്തുന്നു എന്ന് സൂചിപ്പിച്ചു. അസുരൻ അതിനെയൊക്കെ അറിഞ്ഞ് ആ കരുതി അവിടെ വിജയിക്കുന്നു. അപ്പോൾ ആ അസുരൻ്റെ മായകളെല്ലാം അങ്ങയുടെ ചക്രത്തിൻ്റെ തീപ്പൊരികൾ തട്ടി പറന്നു പോകുന്നു. പരപ്പും കനവുമുള്ള ശുണ്ഠി, വളരെ വലിയ ശുണ്ഠി വന്നിട്ട് ആ വിവേകമറ്റവനായി കാണപ്പെടുന്നു. ഗരിഷ്ഠാഭി, ആ കനത്ത മുഷ്ടി പ്രഹരങ്ങൾ നന്നായി ഏൽപ്പിക്കുന്നവനായ അസുരനെ, ആ ഹിരണ്യാക്ഷനെ അവിടുന്ന് സ്വപാദ അങ്കുഷ്ഠേന ശ്രവണപദമൂലേ നിരവധി, ആ
തൻ്റെ സ്വന്തം കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ആ കരണക്കുറ്റിക്ക് എന്ന് പറയുന്ന പോലെ ആ ചെന്നി ഭാഗത്ത് നന്നായി പ്രഹരിക്കുന്നു. അവിടെ ആ വീക്ക് കൊണ്ട് തന്നെ അവൻ വീഴുകയാണ്. ചക്രം സമൂഹം മായകൾ ചുറ്റും വന്നു നിറഞ്ഞു. ഇവിടെ ചക്രത്തിൻ്റെ ശബ്ദം കേൾക്കാവുന്നതാണ്. അങ്ങനെ ആ മുഷ്ടി ഏൽക്കുന്നതായിട്ട് ആ അസുരന് ഭവിക്കുന്നു. സ്വപാദ അങ്കുഷ്ഠേന എന്നതിൻ്റെ ആ വർണ്ണന കരാഗ്രേണ സ്വേന എന്ന് കാണുന്ന ആ പാഠഭേദത്തെ കരേണ കർണമൂലേ എന്ന ഭാഗവതത്തിലെ പ്രയോഗം ഇതൊക്കെ അനുഗുണമായി വന്നിരിക്കുന്നു. നാൽക്കാലികളുടെ മുൻകാലുകളെ കൈയായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കരുതണം എന്നുള്ള ഒരു സൂചനയും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൈ പോലെയാണ് അവിടെ വിഹരിക്കുന്നത്. ദൈത്യ ഋഷഭ പദാഹത ഇവിടെ ഈ ഭാഗത്തിൻ്റെ അർത്ഥം ഭാഗവതത്തിലും ഇതേ രീതിയിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. പെരുത്ത കൂറ്റൻ തടിയുള്ള ആ അസുരൻ അങ്ങയുടെ കാൽ ചവിട്ടേറ്റ് ചതഞ്ഞ് വായിൽ നിന്ന് ചോര ഛർദ്ദിച്ചുകൊണ്ട് താഴെ ചത്ത് മലച്ച് വീഴുകയാണ്. മഹർഷിമാർ ആ ദുഷ്ടനിഗ്രഹത്തെ ശ്ലാഘിച്ചു. ഋഷിഭി ശ്ലാഘിതഹതി, ഋഷികൾ അവിടെ ആ നിഗ്രഹത്തെ, ആ ഹതത്തെ പ്രശംസിക്കുകയാണ്. ആ അസുരനെ ഈ ഭൂമിയിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്തതായിട്ടുള്ള അങ്ങയുടെ ആ പ്രവൃത്തിയെ പുകഴ്ത്തുകയാണ്. ഈ അവസരത്തിൽ അങ്ങയെ തടവില്ലാത്ത കനത്ത സന്തോഷം കൊണ്ട് ഉള്ളു തെളിഞ്ഞ് മഹർഷി ശ്രേഷ്ഠന്മാരൊക്കെ യജ്ഞസ്വരൂപനായിട്ട് കൽപ്പിക്കുന്നു. തഥാ ത്വാം ഉദ്ദാമപ്രമദഭര വിദ്യോതിഹൃദയ മുനീന്ദ്ര. അങ്ങനെ ആ മുനീന്ദ്രന്മാരെ സന്തോഷത്താൽ ആ മുനിയെ അവിടെ വിദ്യോതി ഹൃദയ മഹർഷി ശ്രേഷ്ഠന്മാർ കൊണ്ട് അവിടെ പുകഴ്ത്തപ്പെട്ടതായിട്ട് ഭവിക്കുന്നു. യജ്ഞ സ്വരൂപനാക്കി കൽപ്പിച്ച് ആ അന്തരാർത്ഥം മുറ്റിയ പ്രശംസാവചനങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവനായി കാണപ്പെടുന്നു. അധ്വരതനും സാന്ദ്രാഭി സ്തുതിഭി അനുവൻ, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അന്വയം കൊണ്ടിവിടെ ഈ ആന്തരാർത്ഥത്തെ സൂചിപ്പിച്ചത് ആ യജ്ഞസ്വരൂപനെ, ആ ഭഗവാനെ അങ്ങേയറ്റം സ്തുതിക്കുന്നതായിട്ട് കാണപ്പെടുന്നു. മഹാമായ പാഠാന്തരം പൂർവ്വ ശ്ലോകങ്ങളിലൊക്കെ ആ മായകളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അസുരൻ പടുകൂറ്റനായിരുന്നിട്ട് പോലും ഭഗവാന്റെ ഒരൊറ്റ പ്രഹരം കൊണ്ട് തന്നെ, ആ പാദപ്രഹരം കൊണ്ട് തന്നെ തകർന്നുപോയി എന്ന് കാണിക്കുന്നു. അങ്ങനെ ആശ്ചര്യം തോന്നിക്കുവാൻ വേണ്ടി മഹാകായ എന്നുള്ള പദം കൂടി പ്രയോഗിച്ചിരിക്കുന്നു. ആ ചരണപാദത്തിന് പകരം കാണുന്ന ആ കരസരോജ എന്ന ഭാഗം വളരെ ഭംഗിയായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. ത്വജിച്ഛന്തോരോമസ്വപി കുശഗണശ്ചക്ഷുഷി ഘൃതം ചതുർഹോതാരോഘ്രൗ സൃഗപി വദനേ ചോദര ഇടാ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേച്ച ചമസാ വിഭോ സോമോ വീര്യം വരദ ഗളദേശേപ്യുപസദ. അല്ലയോ പുരുഷോത്തമ, അങ്ങയുടെ ത്വക്കിൻ്റെ സ്ഥാനത്ത് ഗായത്രി മുതലായ ഛന്ദസ്സുകളും അങ്ങയുടെ രോമങ്ങളുടെ സ്ഥാനത്ത് വേണ്ടുവോളം ദർഭപ്പുല്ലുകളും അങ്ങയുടെ കണ്ണുകളുടെ സ്ഥാനത്ത് ആദ്യം, അതായത് നെയ്യ്, അങ്ങയുടെ കാലുകളുടെ സ്ഥാനത്താണെങ്കിലോ 4 ഹോതാക്കൾ, വായുടെ സ്ഥാനത്താണെങ്കിലോ സ്രുവം, ഇങ്ങനെ ഉദരത്തിൻ്റെ സ്ഥാനത്ത് ഇട എന്ന കാര്യത്തിലൊക്കെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. ആ പുരോടാശ പാത്രം ആണ് ഉദരത്തിൻ്റെ സ്ഥാനത്ത് വന്നത് എന്ന് പറഞ്ഞു. നാവിൻ്റെ സ്ഥാനത്താണെങ്കിൽ സോമരസ പാത്രങ്ങളാണ്, ചെവികളുടെ സ്ഥാനത്താണെങ്കിൽ ചമസങ്ങളാണ്. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, അവിടുത്തെ തേജസ്, അവിടുത്തെ രേതസ് സോമരസമാകുന്നു എന്ന് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് സർവാശ്ചര്യകരം തന്നെ. അല്ലയോ വരദാതാവേ, അങ്ങയുടെ കണ്ഠപ്രദേശത്തിങ്കൽ ഉപസത്തുക്കൾ എന്ന ഇഷ്ടി വിശേഷങ്ങൾ വന്ന് ഭവിക്കുന്നു. ഈ വിധത്തിലൊക്കെ അങ്ങയെ സ്തുതിക്കാവുന്നതാണ്. അങ്ങയുടെ ആശ്ചര്യജനകമായ പ്രവൃത്തി, ആ വർണ്ണന, അങ്ങയുടെ ആ ആവിർഭാവം ഇവിടെ ഏതൊരു ഭക്തനെയും ത്രസിപ്പിക്കുന്നു തന്നെ. ആ മനസ്സിനെ, ആ ഭഗവത് ഭക്തിയെ ഉദ്യോതിപ്പിക്കുന്ന വിധത്തിലുള്ള അങ്ങയുടെ ആ ഒരു പ്രവൃത്തികളെയൊക്കെ ഇവിടെ
വളരെ മനോഹരമായിട്ട് കാണാവുന്നതാണ്. ഈ പദപ്രയോഗത്തിലൂടെ ഏതൊരു ഭക്തനെയും നിർലോഭ ഹൃദയനാക്കി മാറ്റിയിരിക്കുകയാണ്. യജ്ഞസ്വരൂപനായ വരാഹമൂർത്തിയുടെ അതത് അവയവങ്ങളെ അതത് യജ്ഞോപകരണങ്ങളായി കൽപ്പിച്ച് മഹർഷിമാർ സ്തുതിച്ചതും ഓർമ്മിക്കാം. അധ്വജ്യോ, ഉദ്ഗാതാവ്, ഹോതാവ് എന്നീ ഭാഗത്തെയൊക്കെ ഓരോരോ പാത്രത്തെയും ഒക്കെ ഉപമയായി വർണ്ണിച്ചിരിക്കുന്നു. ഭഗവത ശൈലിയെ അനുസരിച്ച് ഇവിടെ പദങ്ങൾ പ്രയോഗിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഇപ്രകാരം എല്ലാമുള്ള സ്തുതിവചനങ്ങൾ മുഴക്കുന്ന മഹർഷി ശ്രേഷ്ഠന്മാരാൽ ആഹ്ലാദിപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവനായിട്ട്, വളരെ വലുതായ വലിയ ശരീരത്തോടു കൂടിയവനായിട്ട്, വളരെ വിശുദ്ധമായ ആ കീർത്തിയോടുകൂടി വിളങ്ങുന്നവനായി കൊണ്ട് തന്നെ ശ്രീ ഗുരുവായൂരപ്പൻ വസിക്കുന്നു. സ്വന്തം സ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ച് ആനന്ദ നിർവൃതി അടയുന്നു. അങ്ങനെ അവിടെ വിഹരിക്കുന്ന ആ തേജോമൂർത്തിയെ മനസ്സിൽ സങ്കല്പിക്കുവാൻ വളരെ എളുപ്പമാകുന്നു. സാക്ഷാൽ മധുസൂദനൻ തന്നെയാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ. അല്ലയോ മധുസൂദനനായ ഗുരുവായൂരപ്പ, എൻ്റെ സമസ്ത രോഗങ്ങളെയും അവിടുന്ന് നിരോധിക്കണമേ. എന്നിൽ ഇവിടെ എൻ്റെ ഈ ചാപല്യം കൊണ്ട് ഉളവായ എന്നിലുള്ള ഈ രോഗത്തെ എനിക്ക് അങ്ങയുടെ ഈ സ്വരൂപത്തെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഇവിടെ പ്രകീർത്തിക്കാൻ സാധിക്കണമേ. എൻ്റെ രോഗത്തെ അതുമൂലം അങ്ങ് ശമിപ്പിക്കണമേ എന്ന് കൂടി മേൽപ്പത്തൂർ ഓർമ്മിക്കുകയാണ്. ഇവിടെ വളരെയധികം സ്തുതി വചനങ്ങൾ ഓരോരോ വാക്കുകൊണ്ടും ഛന്ദസ് കൊണ്ടും ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. മഹീയസ്യ എന്ന ആ ശൈലമാത്ര ഇതൊക്കെ വിപുലീഭാവത്തെ സ്മരിപ്പിക്കുന്നു. നിഗ്രഹിക്കുക, നിരോധിക്കുക, നിഗ്രഹിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കുകൾ വളരെ ഭക്തിപരമായിട്ട് പോലും ഇവിടെ വന്നുകൂടാൻ ഇടയുള്ളതായിട്ട് ഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ദശകത്തെ സമർപ്പിച്ചു. ഹരേ നമ. ശ്രീകൃഷ്ണായ നമ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.